എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വളരെ വേദനാജനകമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്ന് പറയാൻ പോകുന്നത്. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതിൽ നിന്നും ബ്രിട്ടനിൽ ജനിച്ച സിഖ് സ്ത്രീയെ ബലാത്സംഗത്തിന് ഇരയാക്കിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. വംശീയ വെറി നിറഞ്ഞ അക്രമമായി പോലീസ് വിശ്വസിക്കുന്ന സംഭവത്തിൽ 30കളിൽ പ്രായമുള്ള പുരുഷനാണ് വെസ്റ്റ് മിഡ്ലാൻഡ് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. സെപ്റ്റംബർ 9 രാവിലെ 8:30ഓടെയാണ് ആക്രമണം നടന്നത്. അന്വേഷണം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾ പരത്തരുത്. സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും പിടികൂടേണ്ടതുണ്ട്. അവർ കൂട്ടിച്ചേർക്കുന്നു. ലൈംഗിക അതിക്രമത്തിൽ 2 വെള്ളക്കാരെയാണ് തേടുന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വെസ്റ്റ് മിഡ്ലാൻഡിൽ ഓൾഡ് ബറിൽ ടൈം റോഡിൽ പട്ടാപകലാണ് സംഭവം നടന്നത്. തല മൊട്ടയടിച്ച് കറുത്ത സെറ്റ് ഷർട്ട് ധരിച്ച് ഒരാളും ഒരു ഗ്രേ ടോപ്പ് ധരിച്ച മറ്റൊരാളുമാണ് ആക്രമണം നടത്തിയത്. 20കളിൽ പ്രായമുള്ള പെൺകുട്ടിയെ ആക്രമിക്കുന്നതിനിടെ നിനക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ലെന്നും പുറത്തു പോകാനും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പ്രാദേശിക സമൂഹം തന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഇര നന്ദി അറിയിച്ചിട്ടുമുണ്ട്. ഇതൊരിക്കലും ആർക്കും സംഭവിക്കരുത്. ജോലിക്കായി പോകുമ്പോഴാണ് ഈ ആക്രമണം നേരിട്ടത്. ഇത് കനത്ത ആഘാതമാണ്. എൻ്റെ കുടുംബം എനിക്കൊപ്പമുണ്ട്, ഒപ്പം സമൂഹവും. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കുമെന്നാണ് പ്രതീക്ഷ. UK സിഖ് ഫെഡറേഷൻ വഴി നൽകിയ പ്രസ്താവന ഇങ്ങനെയാണ്: ഇത് അവഗണിച്ചിട്ട് കാര്യമില്ല. ഇത് തുടരും, വർദ്ധിക്കുകയും ചെയ്യും. കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. രാജ്യത്തെ വംശീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് കാണുകയും വേണം. ഇതിൽ അവർ തന്നെ പറയുന്നുണ്ട്, നിനക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ലെന്നും പുറത്തു പോകണമെന്നും. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം UK വന്നിട്ടുള്ളതിനുള്ള കാരണം എല്ലാവരും ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഇത്രയും മറ്റുള്ള ജനങ്ങളെ ക്രൂശിക്കുന്ന രീതിയിൽ വെള്ളക്കാർ മാറിയിട്ടുണ്ട്. എല്ലാവരും എന്നല്ല, ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള വംശീയ വെറി ആയിട്ടുള്ള ആളുകൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. ചെറിയ പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു, പല ക്രിമിനൽ കുറ്റങ്ങളിലേക്കും കൊണ്ടിടുന്നു. എന്നിട്ട് നിനക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ലെന്നും പുറത്തു പോകണമെന്നും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ പറയുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അവഗണിക്കേണ്ട കാര്യമല്ല. ഇത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. രാജ്യത്തെ വംശീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പായി ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടതാണ്. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.